ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സ്റ്റഡി ഗ്രൂപ്പ് എപ്പിസോഡ് 4 സ്റ്റാർട്ട് ചെയ്യുന്നത് ലീജുൻ എന്ന ക്യാരക്ടറെ കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ മുടി ഡൈ ചെയ്തിട്ടുള്ള, അതായത് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്നല്ലോ, അവനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. ഇവൻ ഈ ഹൈസ്കൂൾ മുതൽ തന്നെ അത്യാവശ്യം ഫൈറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവന് ബുള്ളി ചെയ്യുന്ന ടൈമിൽ ഇവൻ തിരിച്ചടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് ഫൈറ്റൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൻ കഷ്ടപ്പെട്ടിട്ട് ട്രെയിൻ ചെയ്തിട്ട് നന്നായിട്ട് ബോഡിയൊക്കെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്, ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉണ്ടാവത്തില്ല. അങ്ങനെ പിന്നീട് ഇവനും ഇതുപോലെ പിള്ളേര് പറയുന്നത് കേൾക്കുന്നുണ്ട്. യൂസങ് ഹൈസ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഇതുവരെ ഫൈറ്റ് ചെയ്യാത്ത ആൾ പോലും ഫൈറ്റ് ചെയ്യുമെന്ന്. ഇതൊക്കെ കേട്ടിട്ടാണ് കേട്ടോ പാവം ഈ സ്കൂളിലേക്ക് വരുന്നത്. യുഗാമിൻ വന്നപ്പോൾ ആദ്യമായിട്ട് ഈ പറന്നടിക്കുന്ന ഒരു സീനൊക്കെ കണ്ട എക്സ്പ്രഷൻ ആയിരിക്കില്ല ലീജുന്. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇവനങ്ങ് സന്തോഷമാവുകയാണ്. കാരണം ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ക്രൈസ് ആയിട്ട് എടുക്കുന്ന ആളാണല്ലോ. അങ്ങനെ 170 റാങ്ക് ഉണ്ടായിരുന്ന ലീജുവിൻ്റെ റാങ്ക് പതുക്കെ പതുക്കെ ഉയർന്ന് 17 ആകുന്നുണ്ട്. ഈ റാങ്ക് എന്ന് പറയുന്നത് 10th ഗ്രേഡിലെ മാത്രമാണ് കേട്ടോ. അപ്പോൾ 10th ഗ്രേഡിൽ 17 റാങ്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടും ഈ 17 എന്നുള്ള റാങ്ക് മുകളിലേക്ക് ഉയരുന്നില്ല. ഇവനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിലാണ് യുഗാമിനി ബാഡ് ബോയ് ഇട്ടിട്ട് അലക്കുന്നത് കാണുന്നതും ആള് കൊള്ളാലോ എന്ന് ഇവൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണ് ഈ സ്റ്റഡി ഗ്രൂപ്പിനെ പറ്റി ലീജുൻ അറിയുന്നതും ഇതിന് അപ്ലൈ ചെയ്യുന്നതും. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു പുതിയ മെത്തേഡായിരിക്കും ഇതെന്ന് ലീജുൻ പറയുന്നതും. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ച സീൻ, അതായത് യുഗാമിൻ ഈ അലമ്പ് ബോയിന് അങ്ങ് ചാടി അടിക്കുന്നതും ഇത് കണ്ട് ഇവൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീജുന്റെ ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലാക്കുന്ന യുഗാമിനി ഇവനെ അടുപ്പിക്കുന്ന പോലും ഇല്ല കേട്ടോ, പുറത്താക്കുന്നുണ്ട്. ആ ടൈമിൽ ലീജുൻ ആണെങ്കിൽ ഞാനും പഠിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ, ജസ്റ്റ് ഫൈറ്റ് ആണെന്ന് മാത്രം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഫൈറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഗേൾസ് ആണെങ്കിൽ അവൻ്റെ ചപ്പറമുടി കണ്ടപ്പോഴേ തോന്നിയതാ പഠിക്കാനൊന്നും അല്ല ഉദ്ദേശം എന്ന്. ഇപ്പം അത് കറക്റ്റായി എന്ന് പറയുന്നതും യുഗാമിനാണെങ്കിലോ പഠിക്കാൻ മാത്രമേ ഇവിടെ ആളെ എടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ലീജുൻ ആണെങ്കിൽ ശരി അങ്ങനെയാണെങ്കിൽ പഠിക്കാലോ എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുമ്പോൾ യുഗാമിനൊന്ന് വീഴുന്നുണ്ട് കേട്ടോ. പഠിക്കുമെന്ന് ഇവൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിക്കാമെന്നൊക്കെ ഇവനൊന്ന് സംശയിച്ച് അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഇവരൊരു മോക്ക് ടെസ്റ്റ് ഇവന് കൊടുക്കുന്നുണ്ട് കേട്ടോ, മാത്സ്. ഇതിവിടെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ ടീച്ചറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ്, അതായത് ലീഹ കുത്തേറ്റിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണല്ലോ, ആളെ കാണാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നുണ്ട്. പിന്നീട് ഇവൻ കുത്തിയിരുന്ന് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് അങ്ങോട്ട് ഒരു ഗുണ്ടയെ പോലെയൊക്കെ തോന്നിക്കുന്ന ആൾ വരുന്നത് കേട്ടോ. നിന്റെ പേര് യുഗാമിനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്ന് സംശയം അടിച്ച് അവിടെ നിൽക്കുമ്പോൾ 10th ഗ്രേഡിൽ ഫസ്റ്റ് റാങ്കുള്ള യുഗാമിൻ ഒരു ടെസ്റ്റ് നടത്താനുണ്ടെന്ന് പറയുന്നതും ഈ ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഇവനങ്ങ് ചാടി വീഴുന്നുണ്ട്. ഞാൻ തന്നെ യുഗാമിൻ എന്ന് പറയുമ്പോൾ ഇയാൾ ഇവനെയും കൂട്ടിയിട്ട് കാറിൽ കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഇവന് ശരിക്കും വട്ടാണ്. ഇതെല്ലാം തന്നെ പാർക്ക് കാണുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോസ്പിറ്റലിലെ ടീച്ചറെ കാണാൻ വരുന്ന ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഒരുപാട് കാലമായാലോ കണ്ടിട്ടെന്നൊക്കെ പറയുന്നതും, അതായത് ഇവർ തമ്മിൽ മുന്നേ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പോലീസ് ഓഫീസർ ആണെങ്കിൽ എന്നാലും ഇത്രയധികം സ്കൂൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കാറിൽ പോകുന്ന ലീജൻ ആണെങ്കിൽ ആലോചിക്കുന്നത്, പണ്ട് ഇതുപോലെ ചെറുപ്പത്തിൽ ഇവന് ബുള്ളി ചെയ്യുന്ന ടൈമിൽ ഒരു ബോയ് ഇവനെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ എന്താ ഞാൻ ഇത്ര വീക്കായി പോയെന്ന് ചോദിക്കുമ്പോൾ ഈ ഹെൽപ്പ് ചെയ്യുന്ന ബോയ് ആണെങ്കിൽ അതൊരു പക്ഷേ നീ വീക്കായതുകൊണ്ടായിരിക്കില്ല, ഇനി നീ സ്ട്രോങ് ആവാനുണ്ട്, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ ഇനി എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നമുക്കിങ്ങനെ വലുതാകുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നതും. പിന്നീട് ഇതേ ഫ്രണ്ട് തന്നെ നിൻ്റെ കൂടെ നടന്നിട്ട് കാര്യമൊന്നുമില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്തായാലും യോബോക്ക് ഗ്യാങ്ങിൽ ചേർന്നു എന്ന് പറയുന്നതും പോകുന്നതായിട്ടുള്ളൊരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ സങ്കടത്തോട് കൂടിയിട്ടാണ് ഇത് ഓർത്തെടുക്കുന്നത്. ഇയാളാണെങ്കിലോ ഇവനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. എൻ്റെ പേര് ജാങ് എന്നാണ്, ഞാൻ വൈബി ഫാമിലിയിലെ സ്കൗട്ടായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ ആ ഒരു പൊസിഷനിലേക്കുള്ള ഒരു സെലക്ഷനാണ് നടക്കുന്നത്. ഇങ്ങനെ ഓരോ ഗ്രേഡിലും ടോപ്പ് 3 ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യും. അങ്ങനെ ഒരു ടെസ്റ്റ് നടക്കും. ഈ ടെസ്റ്റിൽ ഒരാൾക്ക് മാത്രമേ ചാൻസ് കിട്ടത്തുള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് റൂൾസോ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ ഒരു കീയും, അതെടുക്കണം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ സംശയത്തോടു കൂടി ഈ കാറിലേക്ക് നോക്കുന്നതും ഈ ജാങ് ആണെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. താനത് എടുക്കാൻ പോകുന്ന ടൈമിൽ 3 പേരത് തടയാൻ ശ്രമിക്കും. അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് വേണം കീ എടുക്കാൻ. ഒരു റൂളും ഇല്ല, എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. അറിയാലോ, സക്സസ്ഫുൾ ലൈഫിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണിതെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ദേഷ്യത്തിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുന്ന യുഗാമിൻ എന്താ കാണുന്നത്, ടെസ്റ്റ് പേപ്പറൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, എന്നാൽ ഇവനെ കാണത്തില്ല. ജീവു ആണെങ്കിലും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ പഠിക്കാനൊന്നും വന്നതല്ല എന്ന് പറയുന്ന ടൈമിലാണ് ഓടിക്കിതച്ച് അങ്ങോട്ട് പാർക്ക് എത്തുന്നതും. ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, തല്ലുകൊണ്ട് ആവശ്യനായി കിടക്കുന്ന ലീജുനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ജാങ് ആണെങ്കിൽ അല്ല നിന്നെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കേട്ടത്, നീ ഒരു മോൺസ്റ്റർ ആണെന്നാണ് കേട്ടത്, പക്ഷേ ആ റൂമറൊക്കെ വെറുതെ കെട്ടിച്ചമച്ചതാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നതും, അല്ല നീ യുഗാമിൻ തന്നെയല്ലേ നീ ജാങ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും
നിന്റെ ചാൻസ് നഷ്ടമായി. ചാൻസ് മാത്രമല്ല, നീ ഞങ്ങളുടെ സമയവും നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ചുമ്മാ അതൊന്നും ഇടാൻ പറ്റത്തില്ല, പെനാൽറ്റി ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് ഒരു ബോട്ടിൽ ജാങ്ങിന് നേരെ വരുന്നതും ഒന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ ഈ ജാങ്ങിന് അത് പിടിക്കാൻ കഴിയുന്നുണ്ട്. യുഗാമിനും ജീവും പാർക്കും കൂടിയിട്ട് നല്ല സ്റ്റൈലായിട്ട് നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. യുഗാമിനാണെങ്കിൽ ഇവന്റെ ടെസ്റ്റ് പേപ്പർ കാണിച്ചുകൊണ്ട് ലീ ചുന്നി ടെസ്റ്റിൽ പാസ്സായി എന്ന് പറയുന്നതും ഇത് കാണുന്ന ഈ ജാങ് ആണെങ്കിൽ ഏതടാ ഇവന്മാരെ, ഇവർക്കൊരു പേടിയില്ലെന്ന് പറയുമ്പോൾ ജീഹു ആണെങ്കിൽ എന്താ അങ്കിളെ ഇത്, ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജാങ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് എന്താ മക്കളെ പോലീസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ഇത്ര ധൈര്യത്തിൽ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നതും ഈ ജാങ് ആണെങ്കിൽ യുഗാമിന്റെ നെയിം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഓ അപ്പൊ നീയാണല്ലേ യുഗാമിൻ എന്ന് പറയുന്നതും നിങ്ങൾ എന്തിനാ അവൻ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യും, താൻ ഇങ്ങോട്ട് വന്ന് ഞങ്ങളായിട്ട് ഫൈറ്റ് ചെയ്ത് ഇവനെ അങ്ങ് കൊണ്ടുപോക്കോളൂ എന്ന് പറയുന്നതും ഈ വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്നുള്ളൊരു ഏർപ്പാടാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ജാങ് ആണെങ്കിൽ ഈ യുഗാമിനെ വെല്ലുവിളിക്കുകയാണ്. ഈ സീൻ ഇവിടെ കട്ട് ചെയ്തിട്ട് നേരത്തെ പിഹാനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഓഫീസർ ആണെങ്കിൽ ഓഫീസർ ഈ പിഹാനെ കാണുമ്പോഴേക്കും പിഹാൻ ഇയാളുടെ പേര് പറയുന്നുണ്ടല്ലോ. അപ്പം ഇത് ആലോചിച്ച് ഈ ഓഫീസർക്ക് ആകെ ഡൗട്ടായിരിക്കും, താൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് അധികം ടൈം ആയിട്ടില്ല, എന്നെ കണ്ടപ്പോഴേക്കും ആ ബോയ് എൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് അവൻ എങ്ങനെ അറിയാം? അത് മാത്രമല്ല, ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാകേണ്ട ഒരു പേടിയും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ പോലീസ് ഓഫീസിൽ, നമ്മൾ അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഈ കൊളീഗാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട, അവൻ ആരാ, ജസ്റ്റ് ഒരു ഹൈസ്കൂളർ മാത്രമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും ഈ ഓഫീസർ ശ്രദ്ധിക്കുന്നത് ഈ പോലീസ് ഓഫീസിലേക്ക് സെയോനും അതുപോലെ ചോയിനിയും കൂടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കാണുന്ന ഓഫീസർ ആണെങ്കിൽ സാധാരണ പിള്ളേർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ എക്സ്പ്രഷനാണ് ഇടേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ലീജുവിനെ കൊണ്ടുപോയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ചോയിനി ആണെങ്കിൽ നിനക്ക് പേടിയില്ലേന്ന് ചോദിക്കുമ്പോൾ പിന്നെ പേടിക്കാതെ, എന്നാൽ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്, നമുക്ക് എന്തായാലും കാര്യം റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ യുഗാമിനാണെങ്കിൽ നിങ്ങൾ റെഡിയല്ലേന്ന് ചോദിക്കുമ്പോൾ ജിവു ആണെങ്കിൽ എടാ 4 കണ്ണുള്ള സൈക്കോ, അതായത് യുഗാമിന് ഇവൾ അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത്, നീ നിന്റെ കണ്ണാട ശരിയാക്കി വെക്കുക, അല്ലെങ്കിൽ തിരിച്ചു പോയി കഴിഞ്ഞാലേ നിന്റെ അമ്മ പേടിക്കുമെന്ന് കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ യുഗാമിനോട്. അങ്ങനെ ഇവരാണെങ്കിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും പാർക്കും ജിവു ഒന്നും അത്ര മോശക്കാരല്ലല്ലോ, നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. യുഗാമിൻ്റെ അടുത്തേക്ക് ഒരാൾ കത്തിയായിട്ട് വരുന്ന ടൈമിൽ ഇവൻ ആ ടെസ്റ്റ് പേപ്പർ ചുരുട്ടി അതുകൊണ്ടൊരു പ്രയോഗമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അവസാനം ആ കത്തി വലിച്ചെറിയുന്ന യുഗാമിനാണെങ്കിൽ കേട്ടിട്ടില്ലേ നോളജ് ഈസ് സ്ട്രോങ്ങർ ദാൻ നൈഫ് എന്ന ഒരു അടിപൊളി ഡയലോഗ് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് മെയിൻ ആളായിട്ട് ഇവൻ ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് എളുപ്പമൊന്നും ആയിരിക്കില്ലേ, കാരണം ഈ സ്കൗട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണല്ലോ. എന്നാലും ഇവൻ കഷ്ടപ്പെട്ട് പിടിച്ചൊക്കെ അങ്ങ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ജാങ് ആണെങ്കിൽ അപ്പം ഞാൻ കേട്ട റൂമറൊക്കെ ശരിയാണല്ലേ, നീ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ്, എന്തായാലും നിങ്ങളുടെ ഈ ക്ലബ്ബ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്ന ജാങ്ങിനോട് ക്ലബ്ബോ, ഇത് ക്ലബ്ബൊന്നുമല്ല ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പാണെന്ന് യുഗാമിൻ പറയുന്നതും അല്ലടാ അതിരിക്കട്ടെ ഇവൻ എന്തിനാ യുഗാമിനാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ, അതാ എനിക്ക് മനസ്സിലാക്കാത്തെ, അല്ല നിങ്ങൾ എന്തിനാ ഇവന് വേണ്ടിയിട്ട് ഇത്രയ്ക്കും കഷ്ടപ്പെടുന്നതെന്ന് ഇവൻ ഇങ്ങനെ യുഗാമിനോട് ചോദിക്കുന്ന ടൈമിൽ യുഗാമിൻ അവിടെ ആലോചിക്കുന്നത് 2 കാര്യങ്ങളാണ്. ആദ്യത്തേത് ഇവൻ്റെ അങ്കിള് ഇങ്ങനെ ഇവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ടൈമിൽ ലാസ്റ്റത്തെ ഒരു 18ാമത്തെ അടവ് എന്നൊക്കെ പറയുന്ന തരത്തിലൊരു അടവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് അങ്കിളിൻ്റെ നേരെ തന്നെ പ്രയോഗിക്കുന്നതും അതെ ഇത് ശരിയാവത്തില്ല കേട്ടോ, നീ സ്ട്രോങ് ആയിട്ട് വരികയാണ്, അല്ല നിനക്ക് എന്താ ഇത്രയ്ക്കും ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞു മാർക്ക് കുറവാണെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നതും അതിനാണോ ഇത്രയ്ക്കും സങ്കടം, എടാ നീ ഇങ്ങനെ ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കാതെ മാർക്ക് കൂട്ടാൻ വേറെ വല്ല വഴി നോക്കെന്ന് പറയുമ്പോൾ അതെന്ത് വഴിയെന്ന് ഇവൻ അവിടെ ചോദിക്കുന്നതും പിന്നീട് കാണിക്കുന്നത് ലീജുൻ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ഇവരുടെ കിളി പോകുന്നുണ്ട്. അതായത് 24 പോയിന്റ്സ് ഇവന് കിട്ടുന്നുണ്ട് കേട്ടോ. യുഗാമിനാണെങ്കിൽ ഇവനാൾ കൊള്ളാലോ, ഒന്ന് ഗസ് ചെയ്യാതെ ഒന്ന് ചിന്തിക്കാതെയാണ് പലതിൻ്റെയും ആൻസർ ചെയ്തിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്ന ആളെ കണ്ടെത്തിയെന്നൊക്കെ ആലോചിക്കുന്ന യുഗാമിനാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഇവൻ അങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരാളല്ല, എനിക്ക് ആവശ്യമുണ്ട്, ഇവനൊരു ജീനിയസ് ആണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീജുൻ ആലോചിക്കുന്നത് ഇവൻ്റെ അന്നത്തെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ ഇവൻ വളരെ യൂസ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവനെ വിട്ടുപോയ ഒരു സീനായിരിക്കും. യുഗാമിനാണെങ്കിലും എൻ്റെ അങ്കിളെ ഈ അവസാനത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു അടവ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കുറച്ച് ഡേഞ്ചർ ആണെന്ന് പറയുന്നതും അങ്ങനെയാണെങ്കിൽ മോൻ അത് അവിടെ എടുക്കേണ്ടെന്ന് ജങ് പറയുന്നുണ്ട്. എന്നാൽ യുഗാമിനാണെങ്കിലും അത് പ്രയോഗിക്കുന്ന ടൈമിൽ ജങ് അങ്ങ് വീണു പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവനാണെങ്കിൽ ആ ഒരു തക്കം തൂക്കി നന്നായിട്ട് ജങ്ങിനിട്ട് കൊടുക്കുന്നതും ഈ ജങ് ചാരി നിൽക്കുന്ന ചുമര് വരെ പൊളിഞ്ഞു പോകുന്നുണ്ട്. ഇത് കാണുന്ന പാർക്കും ജിഹു ആണെങ്കിൽ കിളി പോയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ആ ടൈമിലാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ ഉണ്ടല്ലോ, ആ കാറ് യുഗാമിൻ്റെ നേരെ വരുന്നതും ഇത് കാണുന്ന ലീജുനാണെങ്കിൽ യുഗാമിനെ തള്ളി മാറ്റാൻ നോക്കുമ്പോൾ യുഗാമിൻ അവനെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും മാറുന്നുണ്ട്. ഈ വണ്ടിയിൽ ആളുണ്ടായിരുന്നു എന്ന സംശയത്തോടു കൂടി ജിഹു ചോദിക്കുമ്പോൾ വണ്ടിയിൽ നിന്നും ഒരു തൊപ്പിക്കാരൻ ഇറങ്ങുന്നുണ്ട്. ഇവൻ്റെ പേരൊന്നും അവിടെ പറയുന്നില്ല. യുഗാമിനെ കേട്ട പോലെ തന്നെ നീ ആളും മിടുക്കനാണല്ലോ, ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ടോ, ഒരു മാനേജറുടെ ഒഴിവുണ്ടെന്ന് പറയുന്നതും എനിക്കതിനൊന്നും താല്പര്യമില്ല, ഞങ്ങൾ കോളേജിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ
ഇത് കേൾക്കുന്ന ഈ തൊപ്പിക്കാരനാണെങ്കിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. കോളേജിലേക്കോ നിങ്ങളോ? അത് കൊള്ളാം. ഈ യൂസങ് സ്കൂളിലെ ലൂസേഴ്സിന് ഇതുപോലത്തെ ജോലിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ പെട്ടെന്ന് പാർക്കിനെ കാണുന്ന ടൈമിൽ ആഹാ നീയും ഇവരുടെ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? അല്ല നീ എന്തിനാ അവിടെ പഠിക്കുന്നത്? ആർക്കെങ്കിലും ആദരാഞ്ജലികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ആ വില്ലുകാരനാണോ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന പാർക്കാണെങ്കിൽ ചൂടായിട്ട് നീ എന്താ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ബൈക്ക് എടുത്ത് ഇവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ എന്തോ ഒരു സംഭവമുണ്ട്, അത് മുന്നേ ഇങ്ങനെ ക്ലൂ ഒക്കെ ഇട്ട് തന്നിരുന്നു. എന്തായാലും പോലീസ് കാറിൽ അങ്ങോട്ട് വരുന്ന സെയോനും ചോയിനെയും പാർക്ക് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കാണുന്നുണ്ട്. പിന്നീട് ഓഫീസേഴ്സ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും കുറേ കാലമായിട്ട് തപ്പി നടക്കുകയായിരുന്നു എന്നൊക്കെ പോലീസ് പറയുന്ന ടൈമിൽ അപ്പം എന്തായാലും ഞങ്ങൾക്കൊരു മെഡലൊക്കെ കിട്ടുമായിരിക്കുമല്ലേ, ഞങ്ങൾ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ചെയ്തത്, ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ വല്ല ചാൻസ് ഉണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ ജീവ് ചോദിക്കുന്ന ടൈമിൽ പിടിച്ച് 4 എണ്ണത്തിന് അകത്താക്കാത്തതിന് എന്നോടാ താങ്ക്സ് പറയേണ്ടത്, ഇങ്ങനൊരു കേസ് ഉണ്ടാകുമ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുക വേണ്ടത്, അല്ലാതെ തല്ലാൻ പോവല്ല വേണ്ടെന്ന് പറയുമ്പോൾ ജിവു ആണെങ്കിൽ ദേഷ്യത്തിൽ അല്ല സാർ എന്തോ ഈ പറയുന്നത്, ഞങ്ങളുടെ കൂടെയുള്ള ഒരുത്തൻ ആംബുലൻസിൽ ഇപ്പോൾ പറഞ്ഞയച്ചിരിക്കുന്നത്, നിങ്ങളെ വിളിച്ച് വെയിറ്റ് ചെയ്തിരുന്നിരുന്നെങ്കിൽ ഞങ്ങളും ആംബുലൻസിൽ പോവേണ്ടി വന്നേനെന്ന് ഇവളവിടെ പറയുന്ന ടൈമിൽ സെയോനാണെങ്കിൽ അല്ല സാറ് പറയുന്നത് ഈ വയലൻസിനെ വയലൻസ് ആയിട്ട് തന്നെ നേരിടാൻ പാടില്ല എന്നല്ലെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തനെങ്കിൽ ഈ കൂട്ടത്തിൽ വിവരമുള്ളവനുണ്ടല്ലോ എന്നാണ് പോലീസ് ഓഫീസർ പറയുന്നത് കേട്ടോ. ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല, എന്നാൽ ഇതിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. സ്കൂളിലേക്ക് ഇതുപോലൊരു ഗുണ്ട കയറി വന്നതിന് ശരിക്കും അങ്ങനെ നടക്കാൻ പാടില്ല, പക്ഷെ നമ്മുടെ ലോ അങ്ങനെയാണെന്ന് പറയുന്ന ഈ ഓഫീസർ ആണെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും അപ്പോൾ ജിവു ആണെങ്കിൽ ആ പോലീസുകാരൻ അത്ര മോശക്കാരനൊന്നും അല്ലല്ലേ സൈക്കോ എന്ന് പറഞ്ഞ് യുഗാമിനെ നോക്കുന്ന ടൈമിൽ അവൻ്റെ പൊടി പോലും ഉണ്ടായിരിക്കില്ല അവിടെ. അതായത് ഇവൻ തിരിച്ചു ബസ്സിൽ പോകുന്നതും 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുന്നേ വീട്ടിലേക്ക് വരണം എന്നുള്ള റൂളുണ്ട്. അമ്മയെ വിളിച്ചിട്ട് സോറി പറയുന്നതും ഒരാവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ചീത്ത പറയുന്ന അമ്മയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയായിട്ടിരിക്കുന്ന യുഗാമിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ പിഹാനും ആ തൊപ്പിക്കാരനും കൂടി ഇരിക്കുന്ന ടൈമിൽ പിഹാനാണെങ്കിൽ ടാബിൽ ഈ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഫോട്ടോയാണ് നോക്കുന്നത്. അതിൽ ലീഹയ്ക്ക് 4 സ്റ്റാർ ഇടുന്ന ടൈമിൽ ഇത് കാണുന്ന തൊപ്പിക്കാരനാണെങ്കിൽ ഇത് കൊള്ളാലോ, കുറേ കാലമായിട്ട് നീ ആർക്കും 4 സ്റ്റാർ ഇടുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയല്ലേ എന്നാണ് പിഹാൻ അവിടെ പറയുന്നത്. ടാബിൽ ഇതുപോലെ വൈസ് പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ആൾക്കും 4 സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നീട് ഈ സ്റ്റഡി ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ ഈ ഗ്രൂപ്പ് ചാറ്റ് ചെയ്യുന്ന ടൈമിൽ യുഗാമിന് ഇനി എന്താ നമ്മുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ദിവസത്തിൽ 14 മണിക്കൂറെങ്കിലും പഠിക്കണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിവു ആണെങ്കിൽ നിനക്കെന്താ ഭ്രാന്ത് ഉണ്ട് എന്നാണ് അവിടെ ചോദിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. മാക്സിമം ടൈം ഇവർ ലൈബ്രറിയിൽ തന്നെ ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 5 പേരും നല്ല സ്റ്റൈലായിട്ട് വരുന്ന ടൈമിലാണ് ആ മുടിയനുണ്ടല്ലോ ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ ആൾ വന്നിട്ട് നൈസായിട്ടൊന്ന് ചൊറിയാൻ നോക്കുന്നത്. ഇതെന്താ യൂണിഫോം ഇടാത്തത്, ഇതെല്ലാം യൂണിഫോം, ജാക്കറ്റ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നതും അങ്ങോട്ട് വരുന്ന ലീഹയാണെങ്കിൽ എന്ത് ജാക്കറ്റ്, വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചങ്ങ് നന്നായി സംസാരിക്കുന്ന ടൈമിൽ ഈ മുടിയൻ്റെ വായ അങ്ങ് അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ലീഹയെ കാണുമ്പോൾ ഇവർക്കൊക്കെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയോ മിസ് എന്നൊക്കെ ചോദിച്ച് ഇവർ സംസാരിക്കുന്നതും ലീജുനാണെങ്കിൽ ജീവുവിനോട് അല്ല ഈ ടീച്ചറല്ലേ അന്ന് വയറ്റിൽ കുത്തേറ്റതെന്നൊക്കെ ചോദിക്കുമ്പോൾ ജീവു ആണെങ്കിൽ ആളാ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീജുനാണെങ്കിൽ അമ്പോ സൂപ്പർ, ടീച്ചറെ പോലുള്ള ഒരാൾ ഹെഡായിട്ട് വന്ന് ഇനി എന്ത് വേണമെന്നൊക്കെ പറഞ്ഞ് ഓവറായി സംസാരിക്കുമ്പോൾ ജീവു ആണെങ്കിൽ ഇവനെ പിടിച്ച് തള്ളുന്നുണ്ട്. അങ്ങനെ പിന്നീട് ലീഹയാണെങ്കിൽ സാറിനെ കാണാൻ പോകുന്നതും ആള് ഈ സ്റ്റഡി ഗ്രൂപ്പ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബാഡ് ബോയുടെ കേസ് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഇനി അതിനെ പറ്റിയിട്ട് പിന്നാലെ ഒന്നും പോകേണ്ടെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് പിന്നെ സാറ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇനി ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്ന ലീഹയാണെങ്കിൽ സാറേ അതിൻ്റെ സെക്കൻഡ് പേജ് ഒന്ന് എടുത്ത് നോക്കൂ എന്ന് പറയുന്നതും ഈ പ്രിൻസിപ്പൾ ആണെങ്കിൽ അത് എടുത്ത് നോക്കുന്നതും ആളാകെ ഷോക്കാകുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത്. അതായത് പീഹാനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസും അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും കേട്ടോ ആ പേജസ്. ഇതൊക്കെ കാണുന്ന ആൾ ആലോചിക്കുന്നത് മുന്നേ ഇതുപോലെ ഒരു ടീച്ചർ പീഹാനെ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ സാർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണോ, എത്രയും പെട്ടെന്നൊരു ഡിസിപ്ലിൻ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചിട്ട് ഇതൊക്കെ സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ആലോചിച്ചെടുക്കുന്നത്. ലീഹയാണെങ്കിലും അങ്ങനെ നമ്മുടെ ഈ സ്റ്റഡി ഗ്രൂപ്പ് ഒഫീഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. ഇവളാണെങ്കിലും നമ്മളിനി ചെയ്യാൻ പോകുന്നത് സോളിലുള്ള ഒരു സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ ഇതുപോലെ സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ മീറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യണം, സംസാരിക്കണം, കൂടുതൽ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ യുഗാമിനാണെങ്കിൽ അത് കൊള്ളാലോ എന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. പിന്നീട് ഈ ഒരു സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ റെഡി ആകുന്നതും ജിവു ആണെങ്കിൽ ചോയിനോട് നീ എന്താ സ്കൂൾ ട്രിപ്പ് പോകാനാണ് ഈ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈമിലാണ് അതിലും അപാര ഡ്രസ്സ് ഇട്ടിട്ട് ലീജൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ ഇവർക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. ഇവരിങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു പോകുന്നത് കാണുമ്പോൾ ആർക്കാണെങ്കിൽ ഒരു കമൻ്റ് അടിക്കാൻ തോന്നും. അതുപോലെ 2 പേരും ഇങ്ങനെ കളിയാക്കുന്നതും ആ 2 പേരെ ഇവർ നന്നായിട്ട് ചീത്ത പറയുന്ന ടൈമിലാണ് അങ്ങോട്ട്
അങ്ങോട്ട് ലീഹ വരുന്നതും അതാരാ ലീജൻ്റെ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിയിട്ട് ഈ വെള്ളം കുടിക്കുന്ന ചോയിനിയാണെങ്കിൽ അത് തുപ്പുന്നുണ്ട്. ഇത് ഇവളുടെ സ്ഥിരം പണിയാണ്. അങ്ങനെ പിന്നീട് ഇവർ പോകുന്നത് ഈ മാനിക് എന്ന് പറയുന്ന ഒരു സ്കൂളിലേക്കായിരിക്കും. ആ സ്കൂളിൻ്റെ സെറ്റപ്പ് കാണുമ്പോൾ ഇവരുടെ കിളി പോകുന്നുണ്ട് കേട്ടോ. ഇതെന്താ മാം, ഇതെന്താ യൂണിവേഴ്സിറ്റി ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സ്കൂള് തന്നെയാണെന്ന് ഇവൾ പറയുന്നതും അവിടെ ഇവളുടെ ഒരു കോളേജ് സീനിയർ ഉണ്ടായിരിക്കും കേട്ടോ, അവിടുത്തെ സാറാണ്. ആളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഇയാളാണ് നമ്മൾക്ക് ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന ചോയിനിയാണെങ്കിൽ കൊള്ളാലോ സാർ നല്ല സൂപ്പർ ആളെ, ഇവർ തമ്മിൽ നല്ല മാച്ചിങ് ആണെന്നൊക്കെ പറയുമ്പോൾ സെയോനാണെങ്കിൽ ചിലപ്പോൾ ഇവർ കോളേജ് കപ്പിൾസ് ഒക്കെ ആയിരുന്നിരിക്കുന്നു പറഞ്ഞ് സംസാരിക്കുന്നതും ഇതൊക്കെ ലീഹ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല വാ മക്കളെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നതും ഇവർ കയ്യെത്തടാന്നാവുന്നുണ്ട്. അല്ല യുഗാമീൻ എന്താ ഇങ്ങോട്ട് വരത്തില്ല, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സാറാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, 1-2 ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തമായിട്ടാണ് പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന സാറാണെങ്കിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരുപാട് പിള്ളേഴ്സിന് ഇവിടെ നിന്ന് അയക്കുന്നുണ്ട്. വർഷം തോറും 200 പിള്ളേരനൊക്കെ അയക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവരുടെ കിളി പോകുന്നുണ്ട് കേട്ടോ. 200 പേരേനെ യൂണിവേഴ്സിറ്റിയിലേക്കോ, സൂപ്പർ ആണല്ലോ എന്നൊക്കെ പറയുന്നതും പിന്നീട് ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ആളുകൾ ഇരിക്കുന്ന റൂമിലേക്കാണ് കേട്ടോ ഇവരെ കൊണ്ടുപോകുന്നത്. ആ റൂമിൻ്റെ സെറ്റപ്പ് കാണുമ്പോൾ ഇവരുടെ കിളി പോകുന്നുണ്ട്. അവിടെ ഒരു സ്പെക്സുകാരി ഉണ്ടായിരിക്കും. അപ്പോൾ ആളാണ് ടീം ലീഡർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ടൈമിൽ ഇവള് ജസ്റ്റ് തല കൊണ്ട് ആക്ഷൻ ഇടുന്ന ഇവള് സംസാരിക്കുന്നൊന്നുമില്ല. ഇത് കാണുന്ന ജിവു ആണെങ്കിൽ ഇവൾക്ക് എന്താ ഇത്ര ആറ്റിറ്റ്യൂഡ്, ഇവളെ നമ്മളെ നോക്കിയിട്ട് ഇത് ഏത് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞതുപോലെ നിനക്ക് ഫീൽ ചെയ്തു എന്ന് ചോദിക്കുന്നതും അപ്പോൾ ഇത് കേൾക്കുന്ന ലീജുനാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെ സാറും ലീഹയും കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്ന സാറാണെങ്കിൽ ഒരാൾ കൂടി വന്നിട്ടില്ല, കുറച്ച് ലേറ്റ് ആകുമെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെയുള്ളൊരു കുട്ടി വന്നിട്ടില്ല, അപ്പോൾ അവർ രണ്ടുപേരും വരട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് ഇവർ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ സെയോനും ചോയിനിയാണെങ്കിൽ ഇതൊക്കെ കണ്ടങ്ങ് അന്തം വിട്ടിരിക്കുന്നതും ചോയിനിയാണെങ്കിൽ എന്തൊരു സെറ്റപ്പുള്ള ക്ലാസ് റൂം ആണല്ലേ, കണ്ടിട്ട് കുശുമ്പ് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇതുപോലൊരു ക്ലാസ് റൂം നമുക്കും അലോ ചെയ്ത് തരുന്നല്ലേ മാം പറഞ്ഞെന്നൊക്കെ ഇവനവിടെ പറയുന്നുണ്ട് കേട്ടോ. ആ പെൻസിൽ കണ്ടില്ലേ, പേന കണ്ടില്ലേ, അതിന് ലോക്ക് വരേണ്ടെന്ന് പറയുമ്പോൾ ഈ പേന കണ്ടിട്ട് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് പറയുന്ന സെയോനോട് അത് മനസ്സിലായില്ല, ഇത് വാപ്രൈസ് ചെയ്യുന്നതാണ്, എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അതങ്ങ് മാഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന സെയോനാണെങ്കിൽ യുഗാമിൻ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കിളി പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ കൂളായിട്ട് ചിരിക്കുന്ന ടൈമിൽ ജീവും ലീജുനാണെങ്കിൽ ഇതേ എക്സ്പ്രഷൻ ആയിരിക്കില്ല കേട്ടോ മുഖത്ത്. ഇവരാണെങ്കിൽ തൊട്ട് മുന്നിലിരിക്കുന്ന 2 ബോയ്സിനെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ബോയ്സ് ആണെങ്കിൽ തമ്മിൽ നോക്കിയിട്ട് വായ അനങ്ങുന്നുണ്ട്, ശബ്ദമൊന്നും കേൾക്കാനില്ല കേട്ടോ. അപ്പോൾ ജിവു ആണെങ്കിൽ അല്ലടാ ഇവരെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ അതോ നമുക്ക് തോന്നുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ലീജുനാണെങ്കിൽ അത് തന്നെ ഞാൻ നോക്കുന്നത്, ഇനിയിപ്പോൾ ഇവരെ പോലെ സ്മാർട്ടായാൽ മാത്രമേ നമുക്കിതൊക്കെ കേൾക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പിള്ളേരെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ജിവു ആണെങ്കിൽ അല്ലടാ യുഗാമിൻ എന്താ ലേറ്റ് ആകുന്നത്, നീ സ്ഥലം കറക്റ്റായിട്ട് തന്നെ മെസ്സേജ് ചെയ്ത് കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ ലീജുനാണെങ്കിൽ ഗ്രൂപ്പ് ചാറ്റ് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മാനിൽ സ്കൂൾ എന്നായിരിക്കോട്ടെ ശരിക്കും എഴുതേണ്ടത്, പക്ഷെ അത് ജസ്റ്റ് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് മാനിക് എന്നായിട്ടുണ്ടായിരിക്കും. ഇത് കാണുന്ന ചിരി വരുന്ന ലീജുനാണെങ്കിൽ ഇത് നോക്കി, മാനിക് എന്ന് പറയുന്നൊരു സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങോട്ട് പോയേനേലേ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതും ഇത് കാണുന്ന ഇവൾക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. ഇല്ലാത്ത സ്കൂളിലേക്ക് അവൻ എങ്ങനെ പോകാനാണ്, അവൻ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഇവൾ പറയുന്നതും എവിടെ ഇവരിയ്ക്കുന്ന ഈ മാനിൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് പോലും അല്ല കേട്ടോ, ചേർന്നിട്ട് തന്നെ ഈ മാനിക് സ്കൂൾ ഉണ്ടായിരിക്കും. അങ്ങോട്ടാണ് യുഗാമിൻ എത്തുന്നത്. ഇവനാണെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് എടുത്ത് വായിക്കുന്നതും മാനിക് സ്കൂൾ കറക്റ്റ് ആണല്ലോ. അതുമാത്രമല്ല ഈ സ്കൂൾ കാണുമ്പോൾ കുറച്ച് പഴഞ്ചനാണ്, മറ്റേത് നല്ല ഹൈടെക്കുമാണ്. അപ്പോൾ ഈ പഴഞ്ചൻ സ്കൂൾ നോക്കുന്ന യുഗാമിനാണെങ്കിൽ ഒരുപാട് ലോങ് ഹിസ്റ്ററിയൊക്കെയുള്ള സ്കൂളായിരിക്കും മാം സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ഇവൻ ഒരു ബന്ധമില്ലാത്ത ഈ സ്കൂളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഒരു സ്കൂൾ മാറി കയറുന്നത് കൊണ്ട് വലിയ സസ്പെൻസ് ഒന്നും ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കയറി പോകുന്നത് യുഗാമിനല്ലേ, ഇനി അവിടെ പോയിട്ട് ആരുടെയൊക്കെ പരിപ്പിളക്കുമെന്ന് കാണേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതൊക്കെ അറിയണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. പോകല്ലേ. ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതായത് 2-3 പേര് ചോദിച്ചു ഇനി എന്നാ നെക്സ്റ്റ് വീഡിയോ ഇടാം, ഈ സീരീസ് വീക്കിലി എങ്ങനെ ഇറങ്ങുന്നതെന്ന്. അപ്പോൾ അവരോടായിട്ടാണ് പറയുന്നത്, 10 എപ്പിസോഡുകളുള്ള ഒരു ചെറിയ സീരീസാണ് സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വീക്കിലി 2 എപ്പിസോഡ് മാത്രമേ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. ഈ 2 എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ട് അത് നീറ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. എല്ലാവരുടെയും കമൻസ് വായിക്കാറുണ്ട്, റിപ്ലൈയും തരാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുത്തിരുന്നു. എന്നാൽ ഇതെല്ലാവരും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഇത് പറയുന്നത്.